ഹലോ ഫ്രണ്ട്സ്, ഈ ഓണത്തിന് പഴയ ഒരു കുർത്തിയെ കുറച്ച് ട്രഡീഷണൽ ആക്കി പുത്തനൊരു കുർത്തിയാക്കി മാറ്റാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചെറിയ കുർത്തിയിൽ വരച്ചെടുക്കാൻ വേണ്ടി വിചാരിക്കുന്ന ഒരു പിക്ചർ ഇതാണ്. ഇത് ഞാൻ ഓൾറെഡി സ്കെച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു രൂപമാണ്, ഹെഡിൻ്റെ ഒരു രൂപം. അപ്പോൾ നമ്മൾ കാർബൺ പേപ്പർ, യെല്ലോ കാർബൺ പേപ്പറാണ് ഇതുപോലെ ഫാബ്രിക്കിലൊക്കെ നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഞാനിതാ ആ ഒരു യെല്ലോ പേപ്പർ അങ്ങോട്ട് തിരിച്ച് വെച്ചതിന് ശേഷം, ഇതൊക്കെ ചെയ്യാൻ അറിയുന്നവരായിരിക്കുമല്ലോ ഒട്ടുമിക്ക പേരും, കാർബൺ പേപ്പർ എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതാ ഇതുപോലെ വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഞാൻ ജസ്റ്റ് ഒരു പെൻസിൽ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. തുണികളിൽ നമ്മൾ എപ്പോഴും ഈ യെല്ലോ കളർ കാർബൺ പേപ്പർ മാത്രമേ യൂസ് ചെയ്യൂ. ഈ ഒരു മറ്റേ കറുത്ത പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. എപ്പോഴും എടുക്കുമ്പം ഈ ഒരു യെല്ലോ തന്നെ ചൂസ് ചെയ്യുക. അപ്പം ഞാനതൊന്ന് എല്ലാം ഇതുപോലെ വരച്ചെടുക്കും. നമുക്ക് തുണിയിൽ ഡയറക്റ്റ് പെൻസിൽ കൊണ്ട് വരയ്ക്കൽ സാധ്യമല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ എന്താ പറയുക കാർബൺ പേപ്പറൊക്കെ യൂസ് ചെയ്ത് വരക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ പേപ്പർ നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിൽ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. ഫ്രെയിം ഇല്ലാതെയാണ് നമ്മൾ ഇന്ന് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് തൊട്ട് ബാക്കിലെ ക്ലോത്തിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബുക്കിൻ്റെ ഹെൽപ്പാണ് എടുക്കുന്നത്. ഒരു ചെറിയൊരു ബുക്ക് അതിനുള്ളിലേക്ക് കടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ ടൈറ്റൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി ഇതുപോലെ 2 തടിച്ച ഡയറി അതിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ എടുത്ത് നല്ലപോലെ അത് ടൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന പെയിൻറ്റ് ഗ്രീൻ ആണ് കേട്ടോ. ഇത് രാത്രിയിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിതാ എല്ലാ സൈസിലുള്ള ബ്രഷും ഞാനിവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ സൈസ് ബ്രഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം ചെറിയ ചെറിയ ലൈൻസാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ നീറ്റായിട്ട് വരച്ചെടുത്താൽ മാത്രമേ നല്ല ഭംഗിയോടെ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം അത് നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഒരു വട്ടം വരച്ചിട്ട് നമുക്കിതിന് കളറ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ലൈന് ഒക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ രണ്ടാമത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് പരക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചില തുണികളിൽ. അപ്പോൾ ഞാനെന്താ ഫുള്ളായിട്ട് ഇതുപോലെ പച്ച വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യുക. അത് നമ്മുടെ തുണീൻ്റെ കളറിനോട് ഏകദേശം ചേരുന്ന രീതിയിലുള്ള കളറാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു തുണിയിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് കാണത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ കളർ ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഞാനിതാ ചുണ്ടൊക്കെ നല്ല റെഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ റെഡ് വെച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പച്ച പെയിൻറ്റ് ഞാൻ ഒന്നുകൂടെ എടുത്തിട്ട് ഈ ഒരു മയിൽപ്പീല് പോലെ അതൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോയിങ് ഒക്കെ നമ്മൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചിത്രം വരക്കാൻ അറിയണോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒട്ടും വരക്കാൻ അറിയാത്തവർക്ക് കൂടി ഈ ഐഡിയ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ വരക്കാനൊന്നുമുള്ള കഴിവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാനിതാ ഐസ് അതൊന്ന് വൈറ്റ് വെച്ച് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇത്ര ചെറിയൊരു പിക്ചറല്ല, ഇതിലും വലിയതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫാബ്രിക്കിൻ്റെ അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഏതാണ്ട് എൻ്റെ ഈ ഒരു പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഒരു റെഡും ആ ഒരു ഗ്രീനും ഒക്കെ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ നന്നായിട്ടുണ്ട്. നല്ല രീതിക്ക് ആ ഒരു കളറിൽ നല്ല രീതിക്ക് അത് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇതുപോലെ അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പോലെ അത് ഡ്രൈ ആവണം. ഞാനൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴയ ഒരു ഡ്രസ്സ് പുത്തനൊരു ഓണക്കോടിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ. ആ ഒരു കുർത്തയിൽ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പെയിൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും പെയിൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.